ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച ഇന്ന്. ഈ അടുത്ത ദിവസം ചൈനയ്ക്ക് ചുമത്തിയ 100% അധിക താരിഫ് നടപ്പാക്കാൻ സാധ്യതയില്ലെന്ന സൂചന ഇന്നലെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസ്റ്റെന്റ് നൽകിയിരുന്നു. ദക്ഷിണ കൊറിയയിൽ ആയിരിക്കും ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. ഇവരുമായി ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഐസൻ, വിശദാംശങ്ങൾ. നിഖിൽ, ഇന്നാണ് ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ച, അല്ലെങ്കിൽ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നത്. ഷീ ജിൻപിങ്ങും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്. ബുസാനിലെ എയർപോർട്ടിലായിരിക്കും കൂടിക്കാഴ്ച നടക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതിൽ നിന്നും അത്തരത്തിൽ അവിടെ തന്നെയായിരിക്കും കൂടിക്കാഴ്ചകൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, വലിയ തോതിലാണ് ചൈനയ്ക്കെതിരെ പല ഘട്ടങ്ങളിലായി അമേരിക്ക അധിക താരിഫ് ചുമത്തിയത്. ഈ അധിക താരിഫ് ചുമത്തിയതിന് പിന്നാലെ അപൂർവ ധാതുക്കളുടെ കയറ്റുമതി, അതായത് ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് അനിവാര്യമായ ഘടകങ്ങളുടെ കയറ്റുമതി നിയന്ത്രിച്ചതോടുകൂടി വലിയ വെല്ലുവിളി അമേരിക്ക നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് 100% വീണ്ടും താരിഫ് ചുമത്തിയത്. എന്നാൽ ഈ ചുമത്തിയ താരിഫാണ് നടപ്പാക്കേണ്ടതില്ല, അല്ലെങ്കിൽ നടപ്പാക്കാനുള്ള സാധ്യതയില്ല എന്ന ഒരു സൂചന US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഒരു ക്രിയാത്മകമായ ചർച്ചയിലേക്ക് വഴി തുറക്കണമെന്ന ഒരു ആഗ്രഹമാണ് ട്രംപിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അല്ലെങ്കിൽ ഈ താരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും അമേരിക്കയിൽ തന്നെ ഉടലെടുക്കുകയും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ, സ്വന്തം പാർട്ടിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ താരിഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ചൈനയുമായി കൂടുതൽ അടുക്കണമെന്നുമുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് അമേരിക്ക ഉള്ളത് എന്നാണ് പ്രാഥമികമായി നിരീക്ഷിക്കപ്പെടുന്നത്. എങ്കിലും ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും അന്തിമമായൊരു ചിത്രം നമുക്ക് ലഭ്യമാവുക.